പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് WWE വിട്ട് പോയ ഡൈജക് എന്ന് പറയുന്ന റെസ്ലറിൻ്റെ അപ്ഡേറ്റ് ആണ്. രണ്ടാമത്തേത് സോളോ സിക്കോവ നിലവിൽ ധരിക്കുന്ന ഗ്ലവ് ദി ഫീൻഡ് ക്യാരക്ടർ ധരിച്ചിരുന്ന ഗ്ലവ് ആണോ എന്നതിനെ സംബന്ധിച്ചുമാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് തുടക്കാം. ഒന്നാമതായി പങ്കുവെക്കാനുള്ളത് ഡൈജക് എന്ന് പറയുന്ന മുൻ WWE സൂപ്പർ സ്റ്റാറിനെ സംബന്ധിച്ചാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഡൈജക് WWE കോൺട്രാക്റ്റ് ഔദ്യോഗികമായി അവസാനിപ്പിക്കുന്നു എന്നുള്ള ഒരു അപ്ഡേറ്റ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത്. WWE ഡൈജക്കിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കാനുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചില്ല. അതുകൊണ്ട് തന്നെ ഡൈജക്ക് WWE കരാർ അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ് താരം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത്. ഡൈജക്കിൻ്റെ കോൺട്രാക്റ്റ് അവസാനിച്ചത് കൊണ്ട് തന്നെ കോൺട്രാക്റ്റ് അവസാനിച്ചതിൻ്റെ പിറ്റേ ദിവസം മുതൽ അദ്ദേഹത്തിന് ഏത് റെസ്ലിംഗ് കമ്പനിക്ക് വേണമെങ്കിലും സൈൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫ്രീ ഏജൻറ്റ് റെസ്ലറായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നടന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് റെസ്ലിംഗ് ഷോയിൽ ഡൈജക്കിൻ്റെ ഒരു അപ്പിയറൻസ് ഉണ്ടായിരുന്നു എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഡൈജക്ക് NXT ബ്രാൻഡിൽ നല്ല സ്റ്റോറി ലൈനൊക്കെ കിട്ടി അങ്ങനെ ഒരു മെയിൻ ഇവൻ്റ് തലത്തിൽ ഇങ്ങനെ വളർന്നു വരുന്ന ഒരു സമയത്താണ് മെയിൻ റോസ്റ്ററിലേക്ക് ഈ ഒരു വർഷം കൊണ്ടുവന്നത്. എന്നാൽ മെയിൻ റോസ്റ്ററിലേക്ക് ഡൈജക്കിനെ കൊണ്ടുവരാനുള്ള ആ ഒരു തീരുമാനം വളരെ തെറ്റായിരുന്നു. ഡൈജക്കിനെ കൊണ്ടുവന്നിട്ട് അവരെ മെയിൻ റോസ്റ്ററിൽ യൂസ് ചെയ്യുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ആ കോൺട്രാക്റ്റ് പുതുക്കാതെ പുറത്താക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാലും ഡൈജക്കിന് മറ്റു ഓപ്പർച്യൂണിറ്റികൾ കിട്ടുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അദ്ദേഹത്തിന് അതിൻ്റെതായ ഒരു ടാലൻ്റ് ഉണ്ട്. അദ്ദേഹം അത് NXTയിലൂടെ ലോകത്തിന് മുൻപിൽ തെളിയിച്ചിട്ടുമുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് സോളോ സിക്കോവ നിലവിൽ ധരിച്ചിരിക്കുന്ന ഗ്ലവ് ദി ഫീൻഡ് ക്യാരക്ടർ ധരിച്ചിരുന്ന ഗ്ലവിന് സമാനമായിട്ടുള്ളതാണോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അപ്ഡേറ്റ്സ് അനുസരിച്ച് ഏറ്റവും അവസാനമായി കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ സോളോ സിക്കോവ ആ പോൾ ഹേമനെ ആക്രമിച്ചതിന് ശേഷം ഇങ്ങനെ കൈയൊക്കെ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന സമയത്ത് ക്യാമറയിൽ കൃത്യമായി അവർ കാണിക്കുന്നുണ്ട് സോളോ സിക്കോവ ധരിച്ചിരിക്കുന്ന ആ ഒരു ഗ്ലവ് പണ്ട് ദി ഫീൻഡ് ക്യാരക്ടർ ധരിച്ചിരുന്ന ഗ്ലവിന് സമാനമായിട്ടുള്ള ഗ്ലവ് ആണ് എന്നുള്ളത്. അതിൽ ഏക വ്യത്യാസമുള്ളത് ഹെർട്ട് ഹീൽ എന്ന് പറയുന്ന രണ്ട് വേർഡുകൾ സോളോയുടെ ആ ഒരു ഗ്ലവിൽ എഴുതിയിട്ടില്ല എന്നുള്ളതാണ്. മറ്റ് എല്ലാ കാര്യങ്ങളും സമാനതയുള്ള ഒരു കാര്യങ്ങളാണ്. അതായത് കൃത്യമായി റെഡ് ഹോൾസ് ഉണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഗ്ലവിൻ്റെ സമാനമായ രീതിയിൽ തന്നെയുള്ള ഒരു ഗ്ലവ് തന്നെയാണ് സോളോയും ധരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഫീൻഡ് ക്യാരക്ടർ ധരിച്ചിരുന്ന ഗ്ലവ് സോളോ സിക്കോവ അങ്ങനെ പെട്ടെന്ന് എടുത്ത് ധരിക്കണം എന്നുണ്ടെങ്കിൽ ഒരിക്കലും WWE ക്രിയേറ്റീവ് ടീമിന് തെറ്റുപറ്റി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ അവർ എന്തൊക്കെയോ ഭാവിയിലേക്ക് മുൻകൂട്ടി കാണുന്നുണ്ട്. അതായത് ദി ഫീൻഡ് എന്ന് പറയുന്ന ക്യാരക്ടർ ഇനി സോളോ സിക്കോവയുടെ ഉള്ളിലേക്ക് കയറി സോളോ സിക്കോവ ദി ഫീൻഡ് ക്യാരക്ടർ കൊണ്ടുവരുന്ന രീതിയിലേക്കുള്ള ഒരു സ്റ്റോറി ഇനി വരുന്ന വർഷങ്ങളിൽ കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പാണോ ഈ ഗ്ലവ് സോളോ ധരിച്ചിരിക്കുന്നത്? അങ്ങനെയുള്ള ഒരു സംശയങ്ങൾ വന്നാലും നമുക്ക് തെറ്റി പറയാൻ സാധിക്കില്ല. കാരണം ട്രിപ്പിൾ എച്ച് എങ്ങനെയാണ് ഐഡിയ കാണുന്നത് എന്നുള്ളത് നമുക്കിപ്പോൾ മുൻകൂട്ടി പറയാൻ സാധിക്കില്ല. അദ്ദേഹം ഒരു ലോങ് ടൈം സ്റ്റോറി ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ കാണിക്കുന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ചിലപ്പോൾ 1-2 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും നമുക്ക് അറിയാൻ സാധിക്കുക. ഓൾറെഡി റോ എപ്പിസോഡിൽ വൈറ്റ് 6 വന്നിട്ടുണ്ട്. അവരുടെ കൂട്ടത്തിൽ ദി ഫീൻഡ് ക്യാരക്ടറിനെ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇനി ഭാവിയിൽ വൈറ്റ് 6ഉം ബ്ലഡ് ലൈനും തമ്മിലുള്ള ഒരു ഫ്യൂഡ് വരിക, അതിലൂടെ സോളോ സിക്കോവയെ വൈറ്റ് 6 ദി ഫീൻഡ് ക്യാരക്ടറാക്കി മാറ്റുക, അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കാവുന്നതാണ്. WWE എന്ന് പറയുന്നത് ഒരു ഫാൻറ്റസി ബുക്കിംഗ് സ്റ്റൈലാണ്. അവർക്ക് എന്ത് സ്റ്റോറി വേണമെങ്കിലും കാണിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും തള്ളിക്കളയാൻ സാധിക്കില്ല. നിലവിൽ എന്തായാലും ഇത് സോളോ സിക്കോവ ധരിച്ചിരിക്കുന്ന ആ ഒരു ഗ്ലവ് ദി ഫീൻഡ് ക്യാരക്ടറിൻ്റെ ഗ്ലവിന് സമാനമായിട്ടുള്ള ഗ്ലവ് ആണെന്നുള്ളത് 100% ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇനി വരുന്ന ഏതെങ്കിലുമൊക്കെ ഒരു വീക്ക്ലി എപ്പിസോഡിൽ കിട്ടുകയാണെങ്കിൽ പങ്കുവെക്കാം. നിലവിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് മാത്രം. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.